അങ്ങനെ ദൃശ്യം 3 കണ്ടിരിക്കുകയാണ്. ആൻഡ് വളരെ സത്യസന്ധമായിട്ട് എൻ്റെ അഭിപ്രായം പറയണമെങ്കിൽ കുറച്ച് കാലമായി ജിത്തു ജോസഫ് എന്നുള്ള ഒരു പേര് വരുന്ന എല്ലാ സിനിമകളും എന്നെ നിരാശപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ആൻഡ് ദൃശ്യം 3 ആ ഒരു കാറ്റഗറി പെടുത്താൻ പറ്റുന്ന അടുത്തൊരു സിനിമ ആയിട്ട് മാത്രമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ പടം ഒട്ടും വർക്കായില്ല മാൻ. എനിക്കിത് വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് പടമായിട്ട് മാത്രമാണ് തോന്നിയിരിക്കുന്നത്. ആൻഡ് ഐ നോ, എനിക്കറിയാം ഞാൻ മൈനോറിറ്റിയിലാണ്. ഈ പടം മെജോറിറ്റി പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഐ എം ഹാപ്പി. ആൾക്കാർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു, ആൾക്കാർ ഈ സിനിമ എൻജോയ് ചെയ്യുന്നത്. ഐ എം ഹാപ്പി ഈ പടം വൻ വിജയം ആവട്ടെ. കാരണം നമ്മുടെ മലയാളം സിനിമേനെ തന്നെ, ഫിലിം ഇൻഡസ്ട്രീനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അത്രയ്ക്കും പൊട്ടൻഷ്യൽ ഉള്ളൊരു സിനിമ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ ഒരു പടം വൻ വിജയം ആവട്ടെ. പക്ഷേ ഞാൻ എൻ്റെ സത്യസന്ധമായിട്ടുള്ള ഒപ്പീനിയൻ പറയാലോ, എനിക്ക് ഈ പടം ഒരു രീതിയിലും വർക്കായില്ല. ഇറ്റ് വാസ് എ വെരി ആവറേജ് ഫ്ലിക്കായിട്ട് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതിൽ കുറേ ഘടകങ്ങളുണ്ട്. എന്തായാലും ആദ്യം തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുള്ളൂ, അത് പറഞ്ഞു തുടങ്ങാം. കുറച്ച് പെർഫോമൻസസ് നൈസായി തോന്നി. ഓബ്വിയസ്ലി ലാലേട്ടൻ പറയേണ്ട ആവശ്യമില്ല, ജോർജ് കുട്ടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദിഖ്, മുരളി ഗോപി, അതുപോലെ പിന്നെ ഒരാൾ പടത്തിലുണ്ട്. അത് അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. ബട്ട് ഇൻ്റർവെല്ലാണ് മച്ചാൻ്റെ എൻട്രി. ആള് നിങ്ങൾക്ക് മനസ്സിലാവും, പടം കണ്ടു കഴിഞ്ഞാൽ ആള് കിടലിനായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കുറേ നല്ല പെർഫോമൻസസ് ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറേ പേരുടെ പെർഫോമൻസ് എനിക്ക് പേഴ്സണലി വളരെ ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്തു. ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാത്ത പോലെ ഫീൽ ചെയ്തു. അത് അവർ മോശം നടീനടന്മാരായതുകൊണ്ടല്ല, റാദർ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത് ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷന് വരുന്ന ഇഷ്യൂസായിട്ട് എനിക്ക് ഫീൽ. ബിക്കോസ് അഗൈൻ ഇത് ദൃശ്യം ഫ്രാഞ്ചൈസിൽ ഓൾറെഡി ഉള്ളൊരു പ്രശ്നമാണ് ഈ ഒരു സീരിയൽ ലെവൽ മേക്കിംഗ് പരിപാടി. അതുകൊണ്ട് കുറേ ഡയലോഗ് ഡെലിവറി പരിപാടികളൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്തു. കുറേ ക്യാരക്ടേഴ്സിൻ്റെ കുറേ ഡയലോഗ് ഡെലിവറി പരിപാടി. അപ്പം മൊത്തത്തിൽ അവരുടെ ആ ഒരു പെർഫോമൻസിന് ആ ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. എല്ലാവരുടെ അല്ല, ചില നടന്മാരുടെ പെർഫോമൻസസ്. അഗൈൻ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദേ ആർ ബാഡ് പെർഫോമേഴ്സ്, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷൻ അങ്ങനെ ആയിപ്പോയി. അത് നമ്മൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡിലും പടം അറിയാമല്ലോ, സീരിയൽ ലെവൽ മേക്കിംഗ് ആയിട്ട് തന്നെയാണ് പടം ഫീൽ ചെയ്തിരിക്കുന്നത്. ട്രെയിലറും ടീസറും കണ്ടപ്പോൾ തന്നെ അറിയായിരുന്നു. ബട്ട് സ്റ്റിൽ ടെക്നിക്കലി പടം ഭയങ്കര ഡള്ളായിരുന്നു. വിഷ്വൽസൊക്കെ എനിക്ക് ഭയങ്കര ഡള്ളാണ്, ഭയങ്കര ഔട്ട്ഡേറ്റഡ് വിഷ്വൽസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ അഗൈൻ ഒരു സീരിയൽ ലെവൽ മേക്കിംഗ് എന്ന് തന്നെ പറയാൻ പറ്റും. ബട്ട് അഗൈൻ ഇതിന് വേണ്ടിയിട്ടൊന്നും അല്ല ആരും ഒരു ദൃശ്യം സിനിമ കാണാൻ പോകുന്ന എല്ലാവർക്കും അറിയാം. വി ആർ ഗോയിങ് ഫോർ ദ റൈറ്റിംഗ്. ആൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആക്ച്വലി മൊത്തം പടത്തിനെ പറ്റി ഞാൻ സിമ്പിളായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒട്ടും വർക്കായില്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് ലാഗ് അടിച്ചു, സത്യസന്ധമായിട്ട് പറയാം. ഫസ്റ്റ് ഹാഫ് എനിക്ക് മൊത്തത്തിൽ സത്യം പറഞ്ഞ ഒരു സീരിയൽ പോലെയാണ് ഫീൽ ചെയ്തത്. ലിറ്ററലി, അഥവാ മേക്കിംഗ് അല്ല, ലിറ്ററലി ഒരു സീരിയൽ കാണുന്ന പോലെയാണ് എനിക്ക് ഫസ്റ്റ് ഹാഫ് ഫീൽ ചെയ്തത്. ബട്ട് ഇൻ്റർവെൽ മുതൽ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആവാൻ തുടങ്ങി. സെക്കൻഡ് ഹാഫ് ആക്ച്വലി ഒരു ഗ്രാഫ് എന്നുള്ള ലെവലിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു സിഗ്സാഗ് ലെവലാണ് പോയത്. അഥവാ ചില സീൻസ് എനിക്ക് എൻഗേജിങ് ആയി തോന്നി, ചില സീൻസ് എനിക്ക് ഒരു ഹൈ തന്നു, ചില സീൻസൊക്കെ നല്ല രസമായിരുന്നു, എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. ബട്ട് ചില സീൻസ് ഭയങ്കര ഡൗൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അഥവാ കണക്ഷൻ കംപ്ലീറ്റ്ലി വിട്ടുപോയ പോലെ ഫീൽ ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഒരു സിഗ്സാഗ് ലെവലിലായിരുന്നു ഗ്രാഫ് പോണത്. പക്ഷെ പിന്നെ ആ ക്ലൈമാക്സ് എത്തി. ആൻഡ് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറയാലോ ഞാൻ, എനിക്ക് ആ ക്ലൈമാക്സ് ഒരു രീതിയിലും വർക്കായില്ല. ആൻഡ് അതിനൊരു മെയിൻ കാരണമുണ്ട്, അത് ഞാൻ പറയാം. ആൻഡ് ഐ തിങ്ക് ഇവിടെയാണ് മെജോറിറ്റി ഓഡിയൻസിന് ആ ക്ലൈമാക്സ് ഇഷ്ടപ്പെടാൻ കാരണം. ദൃശ്യം ഫ്രാഞ്ചൈസിൽ എനിക്ക് ഏറ്റവും വീക്കസ്റ്റ് പാർട്ടായി തോന്നിയിരിക്കുന്നത് ഈ ഫാമിലി മെലോഡ്രാമ പരിപാടി. എനിക്ക് ഈ ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടാൻ കാരണം ഇതിൻ്റെ മിസ്റ്ററി, സസ്പെൻസ്, ത്രില്ലർ എലമെൻറ്റ്സ് മാത്രമാണ്. ആൻഡ് ഈ പടത്തിലേക്ക് വരുമ്പോൾ ഫൈനൽ ക്ലൈമാക്സിൽ ദർ ആർ ട്വിസ്റ്റ് ആൻഡ് ടേൺസ്. പക്ഷേ ആ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് മോർ ദെൻ ഒരു ബ്രില്യൻ ട്വിസ്റ്റ് എന്ന് പറയുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ഇമോഷണൽ ഗട്ട് പഞ്ച് ഉള്ള ട്വിസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. സോ ഈ ക്യാരക്ടേഴ്സും ഈ ഒരു ഫാമിലി മെലോഡ്രാമ പരിപാടിയും ആ ഒരു സെൻറ്റിമെൻറ്റ്സ് കണക്റ്റ് ആയവർക്ക് ആ ക്ലൈമാക്സ് ചിലപ്പോൾ ഗംഭീരമായി തോന്നിയിരിക്കും. പക്ഷേ എനിക്കത് കണക്റ്റ് ആവാത്തതുകൊണ്ട് എനിക്ക് വെറും ഒരു ഓൾ ഷോക്ക് നോ സബ്സ്റ്റൻസ് പരിപാടിയായിട്ടാണ് ഫീൽ ചെയ്തത്. അഥവാ ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ സത്യസന്ധത പറയാം, ഞാൻ ഞെട്ടി. പക്ഷെ അതിനുശേഷം ഒരു ഇമോഷണൽ റെസണൻസ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഫീല്, അല്ലെങ്കിൽ ഇത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു പെയിൻ ഫീൽ ചെയ്യണമായിരുന്നു ആ ഒരു സീനൊക്കെ കണ്ടിട്ട്. ബട്ട് അതൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കുറേ പേര് പറയാൻ ചാൻസ് ഉണ്ട് ആ ക്യാരക്ടർ ആർക്ക് അങ്ങനെയാണ്. ഞാൻ സമ്മതിച്ചു, ശരിയാണ്, ആ ഒരു ക്യാരക്ടർ ആർക്ക് അങ്ങനെ ആയിരിക്കും. പക്ഷെ പിന്നെ ആ ഫൈനൽ സീൻ ഒരെണ്ണം ഉണ്ടല്ലോ, പടം കണ്ടവർക്ക് ഞാൻ പറയണം എന്തായിരിക്കും എന്ന് മനസ്സിലാവുന്നതാണ് എൻ്റെ വിശ്വാസം. ഈ പടത്തിൻ്റെ ആ ഒരു ഫൈനൽ സീൻ, അതിന് എന്താണെന്ന് പറയുന്നില്ല, ബട്ട് ആ ഫൈനൽ സീൻ ആ ഒരു ക്യാരക്ടർ ആർക്ക്, അഥവാ ഈ ഒരു ഹോൾ പടത്തിൻ്റെ പർപ്പസ് തന്നെ ആ ഒരു ക്യാരക്ടർ ആർക്കാണല്ലോ, അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു സീനല്ലേ ആ ഒരു ഫൈനൽ സീൻ. ഇത് പടം കണ്ടവർക്കുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അഥവാ ക്യാരക്ടർ ആർക്ക് ഇതാണ് പരിപാടി, ശരി മനസ്സിലായി, സോ ദിസ് ഈസ് ദി എൻഡ് റൈറ്റ്.
റൈറ്റ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കൊണ്ടുപോയിട്ട് ഒരു ഫൈനൽ സീൻ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അത് മൊത്തം ഹോൾ പടത്തിൻ്റെ ആ ഒരു പർപ്പസ്, ആ ഒരു ക്യാരക്ടർ ആർക്കിനെ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ ഇറ്റ് ഫെൽറ്റ് ദർ വാസ് നോ സബ്സ്റ്റൻസ്. അത് വെറുതെ ചെയ്ത പോലെ ഒരു പരിപാടിയായിട്ട് ഫീൽ ചെയ്തത്. ഫോർ മീ അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് അബൌട്ട് ഇറ്റ് മാൻ. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് സത്യം പറഞ്ഞ പടത്തിൽ ഞാൻ അഗൈൻ പറയാണ്, കുറച്ച് പെർഫോമൻസസ് ഇഷ്ടമായി, ഇൻ്റർവെലിന് ശേഷമുള്ള കുറച്ച് സീൻസ് എനിക്ക് വർക്കായി, ആൻഡ് മ്യൂസിക് കുഴപ്പമില്ല, ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വർക്ക് ചെയ്തത് എനിക്ക് ഫീൽ ചെയ്ത്. അങ്ങനെ കുറച്ച് എലമെൻറ്റ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ പടം ഇറ്റ് വാസ് ആൻ ആവറേജ് മൂവി മാൻ. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒരു രീതിയിലും വർക്കായില്ല. ഇൻ്റർവെലിന് ശേഷം ഇങ്ങനെ ഒരു സിക്സാക് പരിപാടി പോയിട്ട് ക്ലൈമാക്സിൽ എന്നെ വളരെയധികം നിരാശപ്പെടുത്തിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമയുടെ ആവശ്യമുള്ള പോലെ ഫീൽ ചെയ്തില്ല. ദൃശ്യം 2 അവസാനിപ്പിച്ചാണെങ്കിൽ ജെനുവലി ഒരു ലെഗസി ഫ്രാഞ്ചൈസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അത്രയ്ക്കും ഒരു പെർഫെക്റ്റ് എൻഡിങ് ആയിരുന്നു. ബട്ട് അഗൈൻ ഇതൊക്കെ പറയുമ്പോൾ അഗൈൻ ഇറ്റ്സ് നോട്ട് എ ബാഡ് മൂവി, ഇറ്റ്സ് ആൻ ആവറേജ് മൂവി. പക്ഷേ ബിക്കോസ് ഇറ്റ്സ് ദ ഫൈനൽ ഓർ സോ കോൾഡ് ഫൈനൽ പാർട്ട് ഓഫ് ദൃശ്യം, ഇറ്റ് ജസ്റ്റ് മേക്സ് ഇറ്റ് സോ മച്ച് മോർ ബിറ്റർ, സോ മച്ച് മോർ പെയിൻഫുൾ. ഇങ്ങനത്തെ ഒരു പടത്തിൽ അവസാനിച്ചല്ലോ എന്നുള്ളത് അഗൈൻ എൻ്റെ അഭിപ്രായമാണ് ഇത്. എന്തൊക്കെയാണെങ്കിലും കുറേ പേർക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കേട്ടത്. സോ നിങ്ങൾ എന്തായാലും ഈ സിനിമ കണ്ടവരെ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.